കുഴപ്പമുണ്ടോ ഡോക്ടറെ? കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് ഗുളിക എഴുതിത്തരാം, ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. അല്ല, കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ഗുളിക കഴിക്കേണ്ട കാര്യമില്ലല്ലോ ഡോക്ടറെ. ഇത് അയൺ ആൻഡ് കാൽസ്യം ടാബ്ലറ്റ്സ് ആണ്. അല്ലേ, ചോദിച്ചോളൂ. ഡോക്ടറെ, നമുക്ക് ഈ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊന്ന് പറഞ്ഞു തരുമോ? അത് നമ്മൾ അങ്ങനെ സ്കാൻ ചെയ്യുന്നത് ഇല്ലീഗലാണ്. കുട്ടി ആണാണേലും പെണ്ണാണേലും ദൈവം തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക. അല്ല, സന്തോഷക്കുറവുണ്ടായിട്ടല്ലേ ഡോക്ടർക്ക് ഇതിൽ നോക്കി അറിയാം? ഇല്ല, നമുക്കത് അറിയാൻ പറ്റത്തില്ല. അപ്പുറത്തെ രമേശനില്ലേ, രമേശൻ പറഞ്ഞ് ഡോക്ടർക്ക് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ തന്നാ പറഞ്ഞു തരുമെന്ന്. അപ്പൊ ശരിയെന്നാ. ഇന്നെന്തായാലും ഫ്രൂട്ട് സാലഡ് വേണം കേട്ടോ. മേടിച്ച് തരാ, തള്ള കാണാതെ ഞാൻ കൊണ്ടുവന്ന് തരാം. എൻ്റെ തീറ്റിക്കൂല. ഇവിടെ വാ. ഒന്നനങ്ങി നടക്കോ? അപ്പൊ നിനക്കാണോ അവക്കാണോ ഗർഭം? ഇല്ല അമ്മേ, ഡോക്ടർ പറഞ്ഞേ തട്ടല്ലേ. ഒക്കെ നടക്ക്. ലോകത്തൊരു പെണ്ണ് ഗർഭിണിയായിട്ടില്ലാന്ന് തോന്നുമല്ലോ ഇത് കണ്ട. ഇഷ്ടിയായി പോയി. എന്തായിടാ പോയിട്ട്? അമ്മ ദൈവം അനുഗ്രഹിച്ച് ഒരു കുഴപ്പമില്ല. ഇനി 1 മാസം കഴിയുമ്പോ പോയി ഒരു എക്സ്റേ കൂടി എടുക്കണം. എക്സ്റേ ഇല്ല, സ്കാനിങ്. സ്കാനിങ്. എന്ത് സ്കാനിങ് ആണെങ്കിലും ഞാൻ പറഞ്ഞാ നിങ്ങളോട്, അവളുടെ വയറ് കണ്ടപ്പോ ഒരു കുഴപ്പമില്ല. ഞാൻ പറയണ കേൾക്കൂല. ഈ ആശുപത്രി ചെന്നിട്ട് കണ്ണി കണ്ട മെഷീനൊക്കെ എടുത്ത് വയറ്റിലോട്ട് വെക്കാഞ്ഞിട്ടാണ് അവന് കുഴപ്പം മുഴുവൻ. എന്നിട്ടാണ് ഈ കണ്ട ഗുളികയൊക്കെ തന്നത്. കൃത്യമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. ഇനി കുറെ വിഷം എടുത്തു തരും. എന്റെ കൊച്ചെ, ഈ ഗുളിക ഇങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട് നിനക്ക് വല്ല അസുഖം ഉണ്ടോ? അമ്മ, ഇത് കാൽസ്യം ഗുളികയാ. കാൽസ്യം ആണെങ്കിൽ എന്താണെങ്കിലും ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഞാനൊക്കെ കാൽസ്യം ഒക്കെ കഴിച്ചിട്ട് എങ്ങനെ പറ്റത്? നിങ്ങൾക്കറിയാലോ, 5 പെറ്റതാ ഞാൻ. ഈ പറമ്പിലുള്ള കുറെ പെണ്ണുങ്ങളുടെ പ്രസവം എടുത്തിട്ടുണ്ട്. ഈ പാടത്തും പറമ്പിലൊക്കെ പണിക്കും പോയി കുടുംബത്തെ പണിയും കഴിഞ്ഞിട്ടാണ് നിന്നെയൊക്കെ പ്രസവിച്ചത്. നിനക്കൊക്കെ എന്ത് കുഴപ്പമുണ്ട്? അമ്മ അങ്ങനെ ചെയ്തോണ്ടാണ് എന്റെ കോലം ഇങ്ങനെ ഇരിക്കണം, കൈയും കാലും ഒക്കെ വളഞ്ഞ്. എന്താടാ നിനക്കൊരു കുഴപ്പം? എന്താ നിനക്കൊരു കുഴപ്പം? എന്ത് വർക്കത്തുണ്ടാ നിന്നെ കാണാൻ? വലിയ വർക്കത്താണ്. ഒരു സാധനം പറ്റി വെച്ചേക്കണ കോലം കണ്ടില്ലേ? എന്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് മണ്ടൂനെ കിട്ടിയത്. നല്ല മക്കളെങ്കിലും ഉണ്ടാവുമല്ലോ. ഭാഗ്യമാണെങ്കിൽ എടുത്ത് മടിയിലോട്ട് ഇരുത്തിക്കോ, അനങ്ങാതെ ഇരിക്കട്ടെ ഇങ്ങനെ. പിന്നെ എന്താ പറഞ്ഞു ഡോക്ടർ? പിന്നെ ഡോക്ടർ പറഞ്ഞ് ഫുള്ള് റെസ്റ്റ് വേണം, ഭർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാകണം, പിന്നെ ഓറഞ്ചും ആപ്പിളൊക്കെ കഴിക്കാൻ കൊടുക്കണം, കട്ടിലേന്ന് എണീക്കണ്ടെന്ന് പറഞ്ഞു. കട്ടിലേന്ന് എണീക്കണ്ട. ഡോക്ടർ അങ്ങനെ പലതും പറയും. അതും കേട്ടോണ്ട് ഇവിടെ കാലം കയറ്റിയിരിക്കാനാ നിങ്ങളുടെ ഭാവം? അമ്മ, എന്റെ കാലില് നീരാണമ്മേ. നീരൊക്കെ ഉണ്ടാവും. ആ നീര് മാറണമെങ്കിൽ മേലണെങ്കിൽ പണിയെടുക്കണം. ആ മുറ്റമൊക്കെ അടിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് നോക്കിയേ, എല്ലാ അസുഖവും മാറും. ഇനി അഥവാ ഡോക്ടർ പറയണ കേട്ട് ഇവിടെ കയറി അനങ്ങാതിരിക്കാനാണ് നിന്റെയൊക്കെ ഭാവമെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോളണം സ്വന്തം വീട്ടിലോട്ട്. ഒന്ന് മാറ്റി വെക്കമ്മ, ആ കുഞ്ഞ് പേടിക്കൂലേ? എടാ ചെറുക്ക, ലോകത്തെ ആദ്യത്തെ ഗർഭിണിയൊന്നും അല്ല നിന്റെ ഭാര്യ. നീ എന്താ ഉദ്ദേശിക്കണം? നിനക്കാണോ അവക്കാണ് ഇപ്പൊ ഗർഭം? നമ്മുടെ കുഞ്ഞല്ലേ അമ്മ, ഇത് നമ്മുടെ വീട്ടിൽ വരണ്ടല്ലേ. നീ പോയിക്കടി, ആകത്തുള്ള പാത്രമൊക്കെ കഴുകി വെച്ചേ.